തെക്കൻ തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ കോമ്പായിയിൽ കരുണയും ആദിയും സുഹൃത്തുക്കളായി മാറുന്നു. അവിടെയുള്ളൊരു ക്ഷേത്രത്തിൻ്റെ മേൽനടപ്പും ഇവർ പരസ്പരം നോക്കുകയും ചെയ്യുന്നു. അവർക്കിടയിലേക്ക് സൊക്കൻ എന്ന കഥാപാത്രവും എത്തിച്ചേരുന്നു. കരുണയുടെ വിശ്വസ്തനാണ് സൊക്കൻ. RS ദുരൈ സെന്തിൽകുമാർ രചനയും സംവിധാനവും നിർവഹിച്ച് സൂരി, ശശികുമാർ, ഉണ്ണി മുകുന്ദൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പുറത്തിറങ്ങിയ തമിഴ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ഗരുഡൻ. രോഷിണി ഹരിപ്രിയൻ, ശിവദ, രേവതി ശർമ്മ, സമുദ്രകനി, വടവുക്കരശി, RV ഉദയകുമാർ, മൈം ഗോപി എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ. 2024 മെയ് 31 ഗരുഡൻ തിയേറ്ററുകളിൽ റിലീസായത്. സിനിമയിൽ സൊക്കൻ എന്ന കഥാപാത്രമായി സൂരി, ആദി എന്ന കഥാപാത്രമായി ശശികുമാർ, കരുണ എന്ന ക്യാരക്ടറിൽ ഉണ്ണി മുകുന്ദൻ, അങ്കയാർക്കണ്ണിയായി റോഷിനി, കാത്യായനിയായി ശിവദ, വിണ്ണരാശിയായി രേവതി ശർമ്മ, ഇൻസ്പെക്ടർ മുത്തുവേലായി സമുദ്രകനി, കൈദിയിലൂടെയും വിക്രത്തിലൂടെയും ഫേമസ് ആയ ജോർജ് മരിയനും സിനിമയിലുണ്ട്. പോലീസ് കോൺസ്റ്റബിളായിട്ടാണ് അദ്ദേഹം സിനിമയിലെത്തുന്നത്. നമ്മൾ ഇന്നുവരെയും കാണാത്തതോ കേൾക്കാത്തതോ ആയ കഥയൊന്നുമല്ല സംവിധായകൻ ഗരുഡനിൽ പറയുന്നത്. പക്ഷേ ആ സിനിമയെ അവതരിപ്പിക്കുന്ന രീതിയാണ് വേറിട്ട് നിൽക്കുന്നത്. സൗഹൃദവും സ്നേഹവും പകയും വേട്ടയാടലുമൊക്കെയാണ് സംവിധായകൻ സിനിമയിലൂടെ കാണിക്കുന്നത്. ആദിയും കരുണനും സൊക്കനും കുഞ്ഞുനാളിലെ സുഹൃത്തുക്കളാവുന്നു. ആദിയും കരുണനും സാമ്പത്തികമായും ഉയർച്ച നേടുന്നു. ഭാര്യയും മക്കളുമൊക്കെയായി സുഖമായി ജീവിക്കുന്നു. കരുണന് കുട്ടികളില്ല. കരുണൻ്റെ വലങ്കയാണ് സൊക്കൻ. കരുണന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാണ് സൊക്കൻ. ആദിയുടെയും കരുണൻ്റെയും സൊക്കൻ്റെയും ലൈഫിൽ അപ്രതീക്ഷിതമായ ഒരു സംഭവം നടക്കുകയും അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളുമാണ് ഗരുഡൻ എന്ന സിനിമ പറയുന്നത്. സിനിമയിൽ എടുത്തു പറയേണ്ടത് പ്രകടനങ്ങളാണ്. വിടുതലയ്ക്ക് ശേഷം സൂര്യയുടെ മികച്ച പെർഫോമൻസാണ് സിനിമയിൽ. കോമഡി നടനിൽ നിന്ന് ക്യാരക്ടർ റോളിലേക്കും നായക നടനിലേക്കുമുള്ള യാത്ര അദ്ദേഹം ഉറപ്പിക്കുകയാണ് ഈ സിനിമയിലൂടെ. ആക്ഷൻ രംഗങ്ങളും അദ്ദേഹം മനോഹരമായി ചെയ്തിട്ടുണ്ട്. സൂര്യ കഴിഞ്ഞാൽ ഏറ്റവും മികച്ച പെർഫോമൻസ് ശശികുമാറിൻ്റേതാണ്, എസ്പെഷ്യലി ആക്ഷൻ രംഗങ്ങളിൽ. പൊതുവേ ശശികുമാറിൻ്റെ ആക്ഷൻ എനിക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ആക്ഷൻ രംഗങ്ങൾ വേറെ ലെവലാണ്. പിന്നീട് മികച്ച പെർഫോമൻസുകൾ നടത്തിയിരിക്കുന്നത് ഉണ്ണി മുകുന്ദനും മലയാളം നടി വരദയുമാണ്. രണ്ടുപേരും മികച്ച പ്രകടനമാണ് നടത്തിയിരിക്കുന്നത്. വരദ ഇമോഷണൽ സീനിലൊക്കെ കിടിലം പെർഫോമൻസാണ് നടത്തിയിരിക്കുന്നത്. ആസ് യൂഷ്വൽ സമുദ്രകനി എല്ലാ സിനിമയിലെയും പോലെയും ഏത് റോള് കിട്ടിയാലും മികച്ച പെർഫോമൻസ് നടത്തുന്ന നടനാണ് അദ്ദേഹം. ഒരുപാട് പെർഫോം ചെയ്യാനില്ലെങ്കിലും കിട്ടിയ റോൾ വൃത്തിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. സിനിമയുടെ ഒഴുക്കിനെ മുന്നോട്ട് നയിക്കുന്നത് സമുദ്രകനിയാണ്. സിനിമയുടെ ടെക്നിക്കൽ സൈഡിലേക്ക് വന്നാൽ മ്യൂസിക് ആൻഡ് BGM ചെയ്തിരിക്കുന്നത് യുവൻ ശങ്കർ രാജയാണ്. പാട്ടുകൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ BGM സിനിമയ്ക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് ചെയ്തു വച്ചിരിക്കുന്നത്. ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ആർതർ A. വിൽസനാണ്. എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് പ്രദീപ് E. രാഘവ്. 20 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച സിനിമ ഏകദേശം 50 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ജൂലൈ 5 ഗരുഡൻ സിനിമ ആമസോൺ പ്രൈമിൽ റിലീസായിട്ടുണ്ട്. IMDb റേറ്റിംഗ് 7.3 ഔട്ട് ഓഫ് 10 ആണ് നൽകിയിരിക്കുന്നത്. കണ്ടുമറന്ന ഒരു കഥ വേറിട്ട് നിൽക്കുന്ന സ്ക്രിപ്റ്റിൻ്റെയും പെർഫോമൻസിൻ്റെയും ബലത്തിൽ മികച്ചതാക്കാൻ RS ദുരൈ സെന്തിൽകുമാർ എന്ന സംവിധായകന് സാധിച്ചിട്ടുണ്ട്. സിനിമ മികച്ച ഒരു അനുഭവമാണ് എന്നിലെ പ്രേക്ഷകന് സമ്മാനിച്ചത്. സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് മോശം അനുഭവമായിരിക്കില്ല ഗരുഡൻ. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത ദിവസം വരുന്നതുവരെ ഗുഡ് ബൈ.